ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇന്നൊരു പുതിയ കാര്യം നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. പ്രോഗ്രാമിംഗ് സീരീസ് ആണ്. അപ്പം നിങ്ങളെ മാക്സിമം പ്രോഗ്രാമിംഗ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് ഒരു ബിഗിനർക്ക്, ഒരു തുടക്കക്കാരനെ മാക്സിമം എളുപ്പമാക്കുന്ന രീതിയിൽ ബേസിക്സ് എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സീരീസിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഗൈസ്, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നിങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യം ആലോചിച്ചാൽ മതി. വേറെ ഒന്നുമില്ല, നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എം ടി ആണ്. നമ്മൾ കൊടുക്കുന്ന കുറച്ച് അഡ്വൈസസ്, കുറച്ച് നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കൊടുക്കുന്ന നിർദ്ദേശങ്ങളെയാണ് നമ്മൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ആ പ്രോഗ്രാംസിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള പ്രോഗ്രാമിംഗ് ഞാൻ പറഞ്ഞതാണ് പ്രോഗ്രാമിംഗ്, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഗൈസ്, ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യണ ഒരു ലാംഗ്വേജ് വേണ്ടേ? കമ്പ്യൂട്ടർ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ലാംഗ്വേജ് വേണം. ആ മനസ്സിലാക്കിയെടുക്കുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെയിൻലി 2 ടൈപ്പ് ഉണ്ട്. ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ഈ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇംഗ്ലീഷ് ഭാഷയോട് ഏകദേശം സാമ്യമുള്ള ലാംഗ്വേജസ് ആയിരിക്കും. അതായത് നമുക്കറിയാവുന്ന C++, ജാവ, പൈത്തൺ, അങ്ങനത്തെ, നിങ്ങളിതിൻ്റെ പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ഇത് കണ്ടിട്ടില്ലെങ്കിലും. അപ്പം അങ്ങനത്തെ ലാംഗ്വേജ് എല്ലാം ഈ ഹൈ ലെവൽ ലാംഗ്വേജ് വരുന്നതാണ്. അതായത് നമ്മളെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ക്ലോസസ്റ്റ് മീഡിയം എന്ന് പറയുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. എന്നിട്ട് ഈ ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള സംഭവത്തിന് കമ്പ്യൂട്ടറിൻ്റെതായ ഭാഷയിൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ ബൈനറി ലാംഗ്വേജിലേക്ക് കമ്പ്യൂട്ടർ മാറ്റുന്നു. ഈ ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കമ്പ്യൂട്ടർ മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോഗ്രാമിങ്ങിൻ്റെ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇനി വേറെ കുറേ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ആ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചു. നിങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ട് ഒരു ടീം നിങ്ങൾക്ക് ഒരു ഗെയിം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തരികയാണ്, ഒരു ടെമ്പിൾ റൺ കണക്കത്തെ ഒരു ഗെയിം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സി നിങ്ങൾക്കറിയാമല്ലോ, C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ആ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് നിങ്ങൾ കോഡ് എഴുതുന്നതെന്ന് വെച്ചു. ആ പ്രോഗ്രാം നിങ്ങൾ ആദ്യം ചെയ്തിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് അത് എക്സിക്യൂട്ട് ചെയ്യും. ആ എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയാണ് റണ്ണിങ്. ആ റണ്ണിങ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങളുടെ കോഡ് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡ് ഇവിടെ വെക്കുന്നു. അതേസമയം തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയ കോഡിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ലോ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലോട്ട് കമ്പ്യൂട്ടർ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ കമ്പൈലിംഗ് എന്ന് പറയും. ഈ കമ്പൈലിംഗ് കഴിഞ്ഞിട്ട് അടുത്തെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ചെയ്ത കോഡിനനുസരിച്ച് ഈ കാര്യങ്ങൾ വർക്ക് ചെയ്യണം, ഈ ഗെയിം വർക്ക് ചെയ്യണം, കമ്പ്യൂട്ടറിനകത്ത് ഗെയിം വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യണതിനാണ് നമ്മൾ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് പറഞ്ഞാൽ റണ്ണിംഗ് ഉണ്ട്, അതുപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞാൽ കമ്പൈലിംഗ് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്. ഈ 3 പ്രോസസ്സിലൂടെയാണ് പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഈ പ്രോഗ്രാമിംഗ് എവിടെയെങ്കിലും കൊണ്ട് ചെയ്ത് തന്നെ ശരിയാവില്ല. അതിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറച്ച് സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ നമുക്ക് IDE വരുന്നുണ്ട്, അതുപോലെ തന്നെ കോഡ് എഡിറ്റേഴ്സും വരുന്നുണ്ട്. രണ്ടിലും തമ്മിൽ കുറച്ച് ഡിഫറൻസുകളുണ്ട്. IDE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് ആണ്. ഏതൊരു ലാംഗ്വേജിലാണ് നമ്മൾ കോഡ് ചെയ്യുന്നത് ആ ലാംഗ്വേജിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് അതിനകത്ത് അവൈലബിൾ ആണ്. അതിൻ്റെ തെറ്റുകൾ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ വരുന്ന ഇറേഴ്സ് എല്ലാം കണ്ടുപിടിച്ച് തരും. അതുപോലെ തന്നെ കമ്പൈലിംഗ് ഓപ്ഷൻസ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് IDEക്കകത്ത് വരുന്നുണ്ട്. എന്നാൽ കോഡ് എഡിറ്റേഴ്സ് അങ്ങനെയല്ല. കോഡ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് പറഞ്ഞാൽ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഫോർമാറ്റിലുള്ള കോഡിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ പറഞ്ഞ പോരായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇറേഴ്സ് ഒന്നും തിരുത്തി തരാനുള്ള ഓപ്ഷൻ ഇല്ല. നമുക്ക് പക്ഷേ ചേഞ്ചസ് വരുത്താൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന് കുറേ ടൈപ്പുകളുണ്ട്. ഈ കുറേ ടൈപ്പുകളാണ് നമ്മളുടെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ യൂസിനെ തീരുമാനിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റിനെ തീരുമാനിക്കുന്ന ഈ ടൈപ്പുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രൊസീജിയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ് വഴിയാണ് നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പം അതിനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചായിരിക്കണം ഇതിനകത്ത് നമ്മൾ കോഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിട്ടുള്ള C ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ വേറെ എക്സാമ്പിളായിട്ട് വരുന്നതാണ് നമ്മൾ ജാവ. അപ്പോൾ ഇതിൻ്റെ വരുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിനും നമുക്ക് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ സെക്കൻഡ് ടൈപ്പായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, കുറച്ച് സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെ നമ്മളൊരു അടുക്കി വയ്ക്കുന്ന ഒരു സംഭവമാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസിനെ നമ്മളൊരു സംഭവത്തിനകത്താക്കി വയ്ക്കും. അതിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഫംഗ്ഷൻ്റെ ഒരു ഫോർമാറ്റിന്. അപ്പം ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പൈത്തണാണ്. അതുകൊണ്ടൊക്കെ തന്നെ പൈത്തൺ ആയതുകൊണ്ടൊക്കെ തന്നെ നമ്മളുടെ AI ഡെവലപ്മെൻറ്റ് ഇതിനൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, അതുപോലെ തന്നെ നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മളുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ കാൽക്കുലേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ്,
ചില മാത്ത് കാൽക്കുലേഷനൊക്കെ ചെയ്യുന്ന പ്രോഗ്രാംസ്, അതിനൊക്കെ നമുക്ക് ഫങ്ഷണൽ പ്രോഗ്രാമിങ്ങിനെ ആശ്രയിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറഞ്ഞത് പറഞ്ഞാൽ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഈ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കുറച്ച് പെശകാണ്, എന്നാലും നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ച് എളുപ്പമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ പറ്റിയാണ്. നമ്മൾ പ്രോഗ്രാമേഴ്സ് മെയിനായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുന്ന ഒരു മിത്തല്ല, ഒരു ഡിസ്ക്രിപ്ഷനാണ്. എന്താണ് ലോജിക്കൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുമ്പം, അതായത് ഞാൻ പറഞ്ഞു തരാം, കുറച്ച് കോമഡിയാണ്. ഗ്രാൻഡ് പാരന്റ് ഈസ് ദ പാരന്റ് ഓഫ് സമ്മൺ എന്ന് പറഞ്ഞൊരു ഇതിൻ്റെ ഇടയിൽ, മിത്തല്ല, ഒരു ഡിസ്ക്രിപ്ഷൻ ഇതിൻ്റെ ഇടയിലുണ്ട്. അപ്പം ആ ഒരു സംഭവം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻസിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയാൻ വേണ്ടിയിട്ടൊരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുടെ 3, ഇപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം ഒരു പ്രോബ്ലം, 3 × 3 അത് 9 ആണ്, അറിയാമല്ലോ. അടുത്ത 3 × 3 = 4 + 5 അല്ലേ. അതായത് 4 + 5 9 അതുപോലെ തന്നെ 3 × 3 9. രണ്ട് സൈഡും ഈക്വൽ ആണ്. അതേ കണക്ക് ഇതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഗ്രാൻഡ് പാരന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മളുടെ പാരന്റിന്റെ പാരന്റാണ്. അപ്പോൾ ഗ്രാൻഡ് പാരന്റ് എന്ന് പറഞ്ഞാൽ ഈസ് പാരന്റ് ഓഫ് സമ്മൺ അല്ലേ, രണ്ടും ട്രൂ അല്ലേ, രണ്ട് സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അതേ കണക്ക് ലോജിക്ക്, ട്രൂ ഫാൾസ് അങ്ങനത്തെ ലോജിക്കുകൾ വെച്ചാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പം ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റും ഡാറ്റാബേസ് പ്രോഗ്രാമറും ഡാറ്റാബേസ് മാനേജറും ഒക്കെയാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ പറ്റിയാണ്. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മളെ സ്ക്രിപ്റ്റ്സ് വെച്ചാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ ഫംഗ്ഷനുമായിട്ട് സാമ്യമുള്ള സംഭവം തന്നെയാണ്. കാര്യം സ്ക്രിപ്റ്റും ഫംഗ്ഷനും തമ്മിൽ ചെറിയ ഡിഫറൻസുകളുണ്ട്. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ കോഡിൻ്റെ ഇടയ്ക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഫംഗ്ഷൻസിന് നമുക്ക് കോഡിൻ്റെ ഇടയ്ക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, ഇടയ്ക്ക് നമുക്ക് വിളിക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് പറഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് ആണ്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം അതുകൊണ്ടൊക്കെ തന്നെ ഇത് എന്താണ് വെബ് ഡെവലപ്മെൻറ്റിനും വെബ് ഡിസൈനിങ്ങിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ ഇനി വെബ് ഡിസൈനിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്യൂട്ടോറിയലൊക്കെ നമ്മളെ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ, പോകുന്നതെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഊപ്പ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതും ഒരു പേടി സ്വപ്നമാണ് നമ്മൾ ലോജിക്കൽ പ്രോഗ്രാമിനെ കണക്ക് തന്നെ. അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഇതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസ്, ഒബ്ജക്റ്റ് അങ്ങനത്തെ രീതിയിലാണ്. അതായത് ക്ലാസ് സ്റ്റേറ്റ്മെൻറ്റ്, ഒബ്ജക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ഇത് വെച്ച് നമുക്കൊരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു സാധനത്തിനെ പറ്റി ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാറിനെ പറ്റി പറയുകയാണെങ്കിൽ ആ കാറിൻ്റെ എഞ്ചിനെ പറ്റി പറയേണ്ടി വരും, ആ എഞ്ചിൻ്റെ പ്രത്യേകതയെ പറ്റി പറയേണ്ടി വരും. അതുപോലെ തന്നെ ഒരു മനുഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ആ മനുഷ്യൻ്റെ കളറ്, ആ മനുഷ്യൻ്റെ ഇത് പൊക്കമുള്ള ആളാണോ, പൊക്കം കുറഞ്ഞ ആളാണോ, എത്ര വലിപ്പമുള്ള ആളാണ്, എത്ര വെയിറ്റ് ഉണ്ട്, അതിനെപ്പറ്റി അങ്ങനെയൊക്കെ പറയേണ്ടി വരും. ഇപ്പോൾ ഒരു സാധനത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടി വരും. അതേ കണക്കാണ് ഇതിനകത്തും പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മളിപ്പം ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഗെയിം ഡെവലപ്മെൻറ്റ് ഫീൽഡിലാണ്. അപ്പോൾ ഗെയിം ഡെവലപ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C# പോലത്തെ ടൂൾസ്, അതുപോലെ തന്നെ പോലത്തെ ലാംഗ്വേജുകളൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്തായിട്ട് പറയുമ്പോൾ നമ്മൾ ഔട്ട്രോയാണ്, വേറെ ഒന്നുമില്ല. ഇങ്ങനത്തെ ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസിക് ആയിട്ട് ആദ്യം ഒരാൾക്ക് അറിയേണ്ടത്, പ്രോഗ്രാമിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഇനി ബാക്കി പ്രാക്ടിക്കലായിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ C പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത്. അപ്പം ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ വേണമെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യണം. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോസുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ ജാസിൽ സൈനിങ് ഔട്ട്.